ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ ആക്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. പ്രതിയെ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതി ഷാറൂഖ് ഖാനെയും രക്ഷപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചു. മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടനെ ഐസിയുവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആക്രമണത്തിന് മുമ്പ് പ്രതി സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ശ്രീനാഥചന്ദ്രൻ ചെയ്യുന്നു. ശ്രീനാഥ്, മന്ദം മന്ദം പതുങ്ങി മോഷ്ടാവ് സെയ്ഫ് അലി ഖാന്റെ വീട്ടിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ പ്രതിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ താരങ്ങളുടെ വീടുകളെ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെയുള്ള ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് അക്രമിയെന്ന് സംശയിക്കുന്ന ആളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇയാൾ തന്നെയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ അല്പസമയത്തിനൊക്കെ തന്നെ പോലീസ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. DCP അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ചോദ്യം ചെയ്യൽ ഒരു വശത്ത് നടക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ തന്നെയാണ് നിർണായകം. ഇയാളോടൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, ഇനി സെയ്ഫ് അലി ഖാൻ്റെ വീടിനകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. ഈ ബിൽഡിങ്ങിനകത്ത് ആരുടെയെങ്കിലും കണ്ണ് വെട്ടിച്ച് പ്രവേശിച്ചാൽ പോലും വാതിലൊക്കെ എങ്ങനെ തുറന്ന് അകത്ത് കയറി എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോഴ്സ്ഫുൾ എൻട്രി, ഏതെങ്കിലും തരത്തിൽ ഒരു അത്തരത്തിലുള്ളൊരു സൂചനകളും വാതിലുകളോ എവിടെയോ തന്നെ ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും സഹായം കിട്ടാനുള്ള സാധ്യതയും പോലീസ് അവിടെ അതുകൊണ്ട് തള്ളിക്കളയുന്നില്ല. നിലവിൽ സുരക്ഷാ ജീവനക്കാരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇന്നും അത്തരത്തിൽ ചോദ്യം ചെയ്യൽ എന്തെങ്കിലും തുടരുന്നുണ്ടോ? ആ കസ്റ്റഡിയിലെടുത്തവരെ വിട്ടിട്ടുണ്ടോ? അവരിപ്പോഴും കസ്റ്റഡിയിലാണോ? ഇന്നലെ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിലുള്ള ചിലരെ, ജോലിക്കാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും മണിക്കൂറുകളോളം അവരുടെ ചോദ്യം ചെയ്യൽ നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. അവരെയൊക്കെ തന്നെ വിട്ടയച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൊഴി നൽകിയത് ഏലിയമ്മ ഫിലിപ്പ് എന്ന നഴ്സാണ്, മലയാളി നഴ്സാണ്. ഇവർ കഴിഞ്ഞ 4 വർഷമായി സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിലുണ്ട്. ഇളയ മകനെ നോക്കുന്നത് ഇവരാണ്. ഇളയ മകൻ്റെ മുറിയിൽ വെച്ചാണ് ആദ്യം ഈ പ്രതിയെ കാണുന്നത്. ഈ സ്ത്രീയാണ് ഇയാളെ തിരിച്ചറിയുന്നതും. ഒപ്പം തന്നെ ബഹളം വെക്കുന്നു. അത് പിന്നീട് കയ്യാങ്കളിയിലേക്കൊക്കെ പോയി ഈ തരത്തിൽ വലിയ അക്രമ സംഭവത്തിലേക്ക് അത് പോയി. അവരുടെ മൊഴിയാണ് ഈ കേസിൽ ആദ്യഘട്ടത്തിൽ നിർണായകമായത്. അതുകൊണ്ടാണ് ഇതൊരു മോഷണമാണോ എന്നുള്ള സംശയം പോലീസ് തുടക്കത്തിൽ പറഞ്ഞത്. കാരണം ഈ സ്ത്രീ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ് എന്ന് ഈ വിപ്രളത്തിൽ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, നിങ്ങളെ കൊന്നുകളയുമെന്ന് പറയുന്നു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പണം ആണെന്ന് പറയുന്നു. എത്ര രൂപ എന്ന് ചോദിച്ചപ്പോൾ 1 കോടി എന്ന് പറഞ്ഞു എന്നതാണ് ആ മൊഴിയുടെ പൂർണ്ണ പകർപ്പ് നമുക്ക് ലഭ്യമായതുമാണ്. ആ തരത്തിലാണ് അവരുടെ ഒരു മൊഴി. അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ യഥാർത്ഥമാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രതിയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് ചോദിച്ചറിയുന്നത് നിർണായകമായി മാറുന്നത്. മാത്രമല്ല, ഈ പ്രതി മറ്റിടങ്ങളിൽ കൂടി ഇത്തരത്തിൽ പോയിട്ടുണ്ട്, മോഷണം ശ്രമം നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഷാറൂഖ് ഖാൻ്റെ വീടായ മന്നത്തിന് മുന്നിൽ കഴിഞ്ഞ 14-ാം തീയതി ഇയാൾ എത്തിയതിൻ്റെ സൂചനകൾ CCTV ദൃശ്യങ്ങൾ പോലീസിൻ്റെ കൈവശമുണ്ട്. അവിടെ മതിലിൽ ഏണി ചാരി വെച്ച് മുകളിൽ കയറി നോക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇയാൾ മറ്റ് ചില സെലിബ്രിറ്റികളെ കൂടി ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സ്ഥിരീകരണം, ഒരു കൺഫർമേഷൻ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കൂടി ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ പുരോഗമിക്കുകയാണ്. ഏതായാലും ചോദ്യം ചെയ്യൽ ഒരു വശത്ത് നടക്കുമ്പോൾ പോലും മറുവശത്ത് സെയ്ഫ് അലി ഖാൻ്റെ ആരോഗ്യം അത് മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നത് വളരെ ആശ്വാസകരമാണ്. അദ്ദേഹത്തിന് നട്ടലിലായിരുന്നു പ്രധാനപ്പെട്ട പരിക്കുണ്ടായിരുന്നു. അവിടെ ചെറുകിടക്കാരെയല്ല ഈ മോഷ്ടാവ് അല്ലെങ്കിൽ ഈ അക്രമി ലക്ഷ്യമിടുന്നത്, വമ്പന്മാരെയാണ്, സെലിബ്രിറ്റികളെയാണ്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സെയ്ഫ് അലി ഖാന്റെ വീട്ടിലേക്ക് ഇമവെട്ടും നേരത്തേക്ക് അകത്തേക്ക് കയറിയത് എങ്ങനെയെന്ന കാര്യത്തിലേക്ക് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. അകത്ത് നിന്ന് പിന്തുണ ലഭിച്ചോ എന്നും പരിശോധിക്കുന്നു.